ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലെ മെട്രോ ജംഗ്ഷൻ മാളിലാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്ന് കണ്ടാലോ? പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു വാക്കിന് പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഫൈനലി മെട്രോ ജംഗ്ഷൻ മാളിലേക്ക് എത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ പോയത് ഫുഡ് സ്റ്റാളിലേക്കാണ്. ഇവിടുത്തെ പാനിപ്പൂരി ഉണ്ട്, കിഡിലൻ പാനിപ്പൂരിയാണ്. ആകാശ് ഇപ്രാവശ്യം പറഞ്ഞത് വടാപ്പാവാണ്. ഞാൻ ഇവിടുത്തെ പാനിപ്പൂരി ഫാനാണ്. പിന്നെ മാളിൽ തെക്കും വടക്കും ഇങ്ങനെ നടന്നു. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ഉള്ള കാര്യം എന്താ അറിയോ? ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. ട്രെയിൻ ഉണ്ട്, അതുപോലെ ടോയ് കാർസ് ഉണ്ട്, അങ്ങനെ കിഡിലൻ. ന്യൂ ഇയറിൻ്റെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് മാള് ഫുൾ അലങ്കരിച്ചിട്ടാണ് ഉണ്ടായത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈസി ബൈയിൽ കയറി. ഞാൻ ഈസി ബൈയിൽ നിന്ന് ട്രൈ ചെയ്ത ഡ്രസ്സാണിത്. ഇതിനും രണ്ടിനും കൂടിയിട്ട് എനിക്ക് 99 രൂപയാണ് ആയത്. കേട്ടാൽ അതിശയം. ഈ ടീഷർട്ടിനും 99 രൂപയായിരുന്നു. ഈ ഡ്രസ്സിന് എനിക്കായത് 149 രൂപയായിരുന്നു. അങ്ങനെ ഓഫറിൽ കിട്ടിയോണ്ട് 3 കൂടി എടുത്തു. ഇപ്പോൾ ഈസി ബൈയിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്, വേണ്ടവർക്ക് നോക്കാം. ഇവിടുത്തെ മെക്ഡൊണാൾഡ്സിൽ ഐസ്ക്രീം ഉണ്ട്, അത് കിടിലൻ ഐസ്ക്രീമാണ്. അപ്പോൾ പിന്നെ പോയത് അത് വാങ്ങിക്കാനാണ്. നമ്മൾ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഐസ്ക്രീം വാങ്ങിക്കുന്നത്. നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2 സ്വേൾ വാനില ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വാനിലയും പിന്നെ പുറത്ത് ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ടുള്ള ഐസ്ക്രീം, അത് രണ്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആപ്പിലാകുമ്പോൾ നമുക്ക് നല്ലോണം ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ ക്രെഡിറ്റ് പോയിന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. ഞാൻ അങ്ങനെ ബർഗറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ക്രെഡിറ്റ് പോയിന്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ പിള്ളേരുടെ പ്ലേ ഏരിയയും കൂടി ഉണ്ട്. നമ്മൾ തന്നെ ആ ഭാഗത്തൊന്നും നോക്കിയില്ല. ഫുഡിൻ്റെ ഏരിയ തന്നെയാണ് മെയിൻ ഫോക്കസ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ തന്നെ ബാർബിക്യൂ നാഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൂടി നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ മെട്രോൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് പില്ലറൊക്കെ ആക്കുന്നതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.